നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അൻപോടെ തൃത്താല കേരളത്തിനാകെ മാതൃകയായ സമഗ്ര ആരോഗ്യ പദ്ധതിയെന്ന് മന്ത്രി എം.പി. രാജേഷ്. ജനകീയമായ പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയത്തിന് സുമനസ്സുകളുടെ സഹായം അനിവാര്യമെന്നും മന്ത്രി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൃത്താലയിൽ ആലോചനാ യോഗം. ജനഹിതമറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരം കേരളത്തിൽ ജാതിമത വിദ്വേഷം സൃഷ്ടിക്കാനാണ് CPM-ന്റെ ശ്രമമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി M.T. രമേശ്. ക്രിസ്തീയ സഭകളെയും SNDP-യെയും അധിക്ഷേപിക്കുന്നത് CPM അവസാനിപ്പിക്കണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായത് ചെറുതല്ലാത്ത തിരിച്ചടി. പാർലമെന്റിൽ പ്രതിപക്ഷം ശ്രമിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ. കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും M.T. രമേശ്. പാലക്കാട്ട് കർഷക മോർച്ച സംസ്ഥാന നേതൃത്വ ക്യാമ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്പത്ത് സർക്കാർ കവരുന്നത് ഗ്രാമീണ മേഖലയിൽ വികസന മുരടിപ്പിനിടയാക്കിയെന്ന് അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA. ഗുണ്ടകളും പോലീസും കൈകോർക്കുന്ന കേരളത്തിൽ വികസനവും സമാധാനവും ഉണ്ടാകില്ലെന്നും N. ഷംസുദ്ദീൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ ധർണ. ലഗഡി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് അഖില കൈരളി തുള്ളൽ കലാകാര സംഘടന. തൊൽക്കാഴ്ചകളും തുള്ളൽ പദങ്ങളുമായി സ്മാരകത്തിലേക്ക് കലാകാരന്മാരുടെ പ്രതിഷേധ മാർച്ച്. കുഞ്ചൻ സ്മാരകത്തിൽ നിർത്തിവെച്ച തുള്ളൽ ക്ലാസുകൾ പുനരാരംഭിക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 വർഷം മുമ്പ് അനുവദിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണം അനിശ്ചിതമായി നീളുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയതായി സ്കൂൾ PTA. നടപടി PTA സമർപ്പിച്ച ഹർജി പരിഗണിച്ചു. അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന വിദ്യാലയത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഉടൻ നടപടിയുണ്ടാകണമെന്നും PTA ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കേരളത്തിനാകെ മാതൃകയായ പദ്ധതിയാണ് അൻപോടെ തൃത്താല ആരോഗ്യ സമഗ്ര പദ്ധതിയെന്ന് മന്ത്രി M.P. രാജേഷ്. ജനകീയമായ പദ്ധതിക്ക് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. അൻപോടെ തൃത്താല ആരോഗ്യ സമഗ്ര പദ്ധതിയുടെ ആലോചനാ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ പദ്ധതിക്ക് നല്ല പ്രതികരണമാണ് തുടക്കത്തിൽ തന്നെ ലഭിച്ചതെന്നും അതിനൊരു ഉദാഹരണമാണ് യോഗത്തിലെ ജനപങ്കാളിത്തമെന്നും മന്ത്രി പറഞ്ഞു. ജനകീയ സഹകരണം അൻപോടെ തൃത്താല ആരോഗ്യ സമഗ്ര പദ്ധതിക്ക് ആവശ്യമാണെന്നും മന്ത്രി M.P. രാജേഷ് കൂട്ടിച്ചേർത്തു. അൻപോടെ തൃത്താല എന്നാണ്. അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. സ്നേഹത്തോടെ തൃത്താല ഒരുമിക്കുകയാണ്. അൻപോടെ തൃത്താലയിലെ സുമനസ്സുകൾ എല്ലാവരും കൈകോർക്കുകയാണ്. അതിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കും കൈകോർക്കാൻ കഴിയുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ് നാം ഉദ്ദേശിക്കുന്നത്. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ആലോചനാ യോഗത്തിൽ TP മുഹമ്മദ് അധ്യക്ഷനായി. BP റെജീന, PR കുഞ്ഞുണ്ണി, K കൃഷ്ണകുമാർ, ഡോക്ടർ കിഷോർ, ബ്രഹ്മദത്തൻ നമ്പൂതിരി, അജിത്, നവാസ്, ബാബു നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജനഹിതമറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരം കേരളത്തിൽ ജാതിമത വിദ്വേഷം സൃഷ്ടിക്കാനാണ് CPM-ന്റെ ശ്രമമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി M.T. രമേശ്. ക്രിസ്തീയ സഭകളെയും SNDP-യെയും അധിക്ഷേപിക്കുന്നത് CPM അവസാനിപ്പിക്കണം. കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും M.T. രമേശ് പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത തോൽവിയാണ് LDF-നും പ്രത്യേകിച്ച് CPM-നും സംഭവിച്ചത്. യാഥാർത്ഥ്യം തിരിച്ചറിയുകയും തോൽവി അംഗീകരിക്കുകയും ചെയ്യുന്നതിനു പകരം വംശീയ അധിക്ഷേപങ്ങൾക്കാണ് CPM നേതൃത്വം തയ്യാറാകുന്നത്. BJP-യെ സഹായിച്ചവരെ സംരക്ഷിക്കാൻ BJP-ക്ക് കഴിയുമെന്നും M.T. രമേശ് പറഞ്ഞു. ക്രിസ്തീയ സഭകളെയും SNDP-യെയും അധിക്ഷേപിക്കുന്നത് CPM അവസാനിപ്പിക്കണം. കഴിഞ്ഞ ദിവസം SNDP യോഗ നേതൃത്വത്തിനായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ തോതിൽ കേരളത്തിൽ ജാതീയ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ കൂടെ ഭാഗമാണ്. നേരത്തെ കേരളത്തിലെ ഭൂരിപക്ഷ ജനസമൂഹത്തിനെതിരായിട്ടായിരുന്നു CPM നിലപാട് സ്വീകരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ ആ ഭൂരിപക്ഷ സമൂഹത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനും ഒരു പ്രത്യേക സമൂഹത്തിനെതിരായിട്ട് CPM അണികളെയും അനുഭാവികളെയും രംഗത്തിറക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കർഷകരോടുള്ള സർക്കാരിന്റെ അവഗണന തുടർന്നാൽ ശക്തമായ സമരം ആരംഭിക്കും.
കേന്ദ്ര സർക്കാർ കർഷകർക്കായി നൽകുന്ന ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്ന നടപടി അംഗീകരിക്കില്ല. കേന്ദ്രം വർദ്ധിപ്പിച്ച താങ്ങുവിലയുടെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നില്ല. രാജ്യത്ത് കർഷക ആത്മഹത്യാ നിരക്ക് വർധനയുള്ളത് കേരളത്തിലാണ്. പാലക്കാട്ടെയും കുട്ടനാട്ടിലെയും കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും സർക്കാർ പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല. കർഷകരെ അവഗണിച്ചാൽ ശക്തമായ പ്രക്ഷോഭത്തെ സർക്കാർ നേരിടേണ്ടി വരുമെന്നും MT രമേശ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ വിവിധ കർഷക വിഭാഗങ്ങൾ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നെൽകർഷകന്മാർ അനുഭവിക്കുന്ന പ്രശ്നം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അവർക്ക് നെല്ലിന് മതിയായിട്ടുള്ള വില കിട്ടാത്ത സാഹചര്യമുണ്ട്, നെൽ സംഭരിക്കാത്ത പ്രശ്നമുണ്ട്, കുട്ടനാട്ടിലെ കർഷകന്മാരുടെ ജീവൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണം. അതല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന്, കർഷകന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ BJP നേതൃത്വം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം വൈശ്ശേരിയിൽ യുവാവിനെ ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. വൈശ്ശേരി സ്വദേശി 25 വയസ്സുള്ള ജിനീഷിനെയാണ് 3 ബൈക്കുകളിലെത്തിയ 3-അംഗ സംഘം കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. കഴിഞ്ഞ മാർച്ച് 20-ന് ചിറളയത്തെ ക്ഷേത്ര ഉത്സവത്തിനിടെ സംഘർഷം നടന്നിരുന്നു. ഈ സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് യുവാവിന് നേരെ ആക്രമണമുണ്ടായത്. ഉത്സവത്തിനിടയിൽ 5 പേരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മർദ്ദനമേറ്റ ജിനീഷ്. കേസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടതിന് ശേഷം മടങ്ങി വരുന്നതിനിടെ വൈശ്ശേരിയിലെ വീടിന് സമീപത്ത് വെച്ച് ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയതിന് ശേഷം തലയ്ക്ക് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയായിരുന്നു. നിലത്തു വീണ ജിനീഷിനെ വീണ്ടും ക്രൂരമായി ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ആക്രമിച്ചെന്നും പരാതിയുണ്ട്. ഇതിനിടെ വീട്ടിലേക്ക് ഓടിക്കയറിയ ജിനീഷിനെ വീട്ടിൽ കയറിയും ആക്രമിച്ചതായി പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്പത്ത് സർക്കാർ കവർന്നെടുക്കുന്നത് ഗ്രാമീണ മേഖലയിൽ വികസന മുരടിപ്പിനിടയാക്കിയെന്ന് അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA. ഗുണ്ടകളും പോലീസും കൈകോർക്കുന്ന കേരളത്തിൽ വികസനവും സമാധാനവും ഉണ്ടാകില്ലെന്നും N. ഷംസുദ്ദീൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു N. ഷംസുദ്ദീൻ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം ബജറ്റിലും വാഗ്ദാനത്തിലും മാത്രമാണുള്ളത്. മഴക്കാലത്തിനു മുമ്പ് ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ 7500 കോടി നൽകുമെന്ന് പറഞ്ഞെങ്കിലും കൊടുത്തത് പാതി മാത്രമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ വിഹിതം നൽകുന്നില്ലെന്ന് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് കവർന്നെടുക്കുന്നതാണ് സർക്കാർ സമീപനം. മാനവീയവും കേരളീയവും ധൂർത്തും നടത്തി കോടികൾ തുലയ്ക്കുന്ന സർക്കാർ സാധാരണ ജനജീവിതത്തെ അട്ടിമറിക്കുകയാണ്. സർക്കാരിന്റെ ജനദ്രോഹത്തിനുള്ള മറുപടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയതെന്നും ഷംസുദ്ദീൻ MLA പറഞ്ഞു. എല്ലാ നിലക്കും നമ്മുടെ നാട്ടിലെ ക്രമസമാധാനമോ ഗുണ്ടകളുടെ വലിയ കൂട്ടായ്മകളിലാണ് പോലീസ് ഓഫീസർമാർ പങ്കെടുക്കുന്നത്. ഗുണ്ടിയും പോലീസും ഒത്ത പിന്നെ നാട്ടിലെ സ്ഥിതി എന്താണ്? കമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗുണ്ട ഒരുക്കിയ അത്താഴ വിരുന്നിൽ അവിടുത്തെ DYSP ആണ് അതിലെ മുഖ്യാതിഥി. അപ്പൊ ഗുണ്ടിയും പോലീസും ഒത്ത നാട്ടുകാരന്റെ കാര്യം കട്ടപ്പുകയാണെന്ന് നമുക്കറിയാലോ. അപ്പൊ അതാണ് ക്രമസമാധാനത്തിന്റെ അവസ്ഥ എല്ലാ മേഖലയിലും. PA ഷാജിദ അധ്യക്ഷത വഹിച്ചു. ലീഗ് നേതാക്കളായ മരക്കാർ മാരായമംഗലം, TA സിദ്ദിഖ്, ഗഫൂർ കോൽക്കളത്തിൽ, MS നിസാർ, V മുഹമ്മദ് അലി, MH മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള അഖില കൈരളി തുള്ളൽ കലാകാര സംഘടനയുടെ നേതൃത്വത്തിൽ കുഞ്ചൻ സ്മാരകത്തിലേക്ക് കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും നടത്തി. പ്രതിഷേധ ധർണ മുതിർന്ന തുള്ളൽ കലാകാരൻ കലാമണ്ഡലം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന്, കുഞ്ചൻ നമ്പ്യാരെ പ്രസവിച്ച ഈ കലക്കത്ത് ഭവനം ചോർന്നൊലിക്കുന്നു എന്നാണ്, ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല, ചോർന്നൊലിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പലരും അവിടെ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞ വിവരമാണ്. അത് വളരെയേറെ വേദന, അത് ഒരു പത്ര ന്യൂസിൽ കൂടി ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കണ്ടിരുന്നില്ല, അങ്ങനെ ന്യൂസ് കേട്ടിരുന്നില്ലേ? അത് വളരെ വേദനാജനകമായ അവസ്ഥയാണ്. കാരണം അത് ചോർന്നൊലിച്ചു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു കാറ്റും മഴയും വന്നപ്പോൾ അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടുകയാണെങ്കിൽ കുഞ്ചനെ പ്രസവിച്ച മണ്ണിലേക്ക് ആ ഓടും ഇതൊക്കെ വീഴുന്നൊരു അവസ്ഥ ഉണ്ടാവാതെ സംരക്ഷിക്കണമെങ്കിൽ. രാവിലെ കുഞ്ചൻ സ്മാരക വായനശാലയിൽ നിന്നും ചൊൽക്കാഴ്ചയോടെയാണ് പ്രകടനം ആരംഭിച്ചത്. 3 തരം വിവിധ തുള്ളൽ വേഷങ്ങളും മുന്നിൽ അണിനിരന്നു. അതിനു പിറകിൽ ബാനറും പിടിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സംഘടനയുടെ 40ഓളം അംഗങ്ങളും അണിനിരന്നു. കലാകാരന്മാരുടെ
സംരക്ഷിക്കുക. കലാപഠനത്തിനുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം പുനരാരംഭിക്കുക. കലാമണ്ഡലം ഗോപിനാഥപ്രഭ ചൊൽക്കാഴ്ച ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ധർണയിൽ സംസ്ഥാന പ്രസിഡന്റ് കലാമണ്ഡലം ശ്രീജ വിശ്വം അധ്യക്ഷയായി. നാടകകൃത്ത് KPS പയ്യനടം, അമ്പലപ്പുഴ സുരേഷ് വർമ്മ, കലാമണ്ഡലം മഹേന്ദ്രൻ, കുഞ്ചൻ സ്മാരകം പ്രദീപ്, വയലാർ സന്തോഷ്, മരുത്തോർവട്ടം കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുള്ളൽ കലയോടും കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോടുമുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക, കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ കലാപഠനത്തിനുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം പുനരാരംഭിക്കുക, സാംസ്കാരിക സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, കലാകാരന്മാരുടെ തൊഴിൽ സംരക്ഷിക്കുക, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമായ കലക്കത്ത് ഭവനത്തിൽ തുള്ളൽ പഠനം നിലച്ചുപോകുന്ന ഗുരുതര സാഹചര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 വർഷം മുമ്പ് സർക്കാർ അനുവദിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്ന് സ്കൂൾ PTA. നിർമ്മാണം അനിശ്ചിതമായി നീളുന്നതിനെതിരെ PTA ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് PTA ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിട നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നാണ് സർക്കാരിനോടുള്ള അഭ്യർത്ഥനയെന്ന് PTA ഭാരവാഹികൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നിലവിൽ PTA സമർപ്പിച്ച ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സ്ഥലപരിമിതിയും മൂലം ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് സ്കൂളിന്റെ പ്രവർത്തനം ഏറെ പ്രതിസന്ധിയിലാണ്. 5 വർഷം മുമ്പ് വിദ്യാലയത്തിന് കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ 3,89,99,861 രൂപ അനുവദിച്ചിരുന്നു. സർക്കാർ ഏജൻസിയായ കിലയെയാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത്. എന്നാൽ നിർമ്മാണം വൈകിപ്പോയത് വിദ്യാലയത്തിന്റെ പ്രവർത്തനത്തിന് പ്രതിസന്ധിയായി. 520 വിദ്യാർത്ഥികളും 20 അധ്യാപകരുമുള്ള വിദ്യാലയത്തിൽ 4 ടോയ്ലറ്റുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ബാച്ചുകൾക്കും കൊമേഴ്സ് ബാച്ചുകൾക്കുമായി 8 ക്ലാസ് മുറികൾ വേണ്ടിടത്ത് 6 മാത്രമാണ് ഇപ്പോഴുള്ളത്. 65 വീതം കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും ചലന സ്വാതന്ത്ര്യം പോലും ലഭിക്കുന്നില്ലെന്ന് PTA ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. സൗകര്യപ്രദമായ 5 ലാബുകൾ ആവശ്യമുള്ളിടത്ത് സൗകര്യമുള്ള ഒരു ലാബ് പോലുമില്ല. ഇപ്പോഴുള്ള ഹയർ സെക്കൻഡറി കെട്ടിടത്തിന് ചോർച്ചയുണ്ട്. 10 വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത ലൈബ്രറിയാണ് നിലവിലുള്ളത്. ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി നിശ്ചയിച്ച സ്ഥലവും കെട്ടിടവും ഇന്ന് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണെന്നും PTA ഭാരവാഹികൾ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സ്ഥലപരിമിതിയും കൊണ്ട് ഏറെ പ്രയാസപ്പെടുകയാണ് ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹൈസ്കൂൾ. ഈ വിദ്യാലയത്തിന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ തീരുമാനിച്ചെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 3,89,99,861 രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. സർക്കാർ ഏജൻസിയായ കിലയെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം എത്രയും വേഗത്തിൽ ആരംഭിക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകളോടും ബഹുമാനപ്പെട്ട സർക്കാരിനോടും PTA എന്ന നിലയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് PMA ജലീൽ, ഭാരവാഹികളായ EP പ്രസാദ്, CV ഫാത്തിമത്ത് സുഹറ, PV സാജിദ, KP റഹീന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാർലമെന്റിൽ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. പാലക്കാട്ട് കർഷക മോർച്ച സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MT രമേശ്. 10 വർഷത്തിന് ശേഷം ലഭിച്ച പ്രതിപക്ഷ പദവി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പക്വതയോടെ ഉപയോഗിക്കുന്നില്ലെന്നും MT രമേശ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനാധിപത്യ സംരക്ഷകരാവേണ്ടവരാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ മുന്നണി ചർച്ചകളെയും വാദങ്ങളെയും അട്ടിമറിക്കുകയാണ്. എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും രാജ്യമാകമാനം മോദിയെയും NDAയെയും പിന്തുണച്ചുവെന്നും രമേശ് പറഞ്ഞു. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു പാർലമെന്റ് സമ്മേളനമാണ്. രാജ്യത്ത് ഇതുവരെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പദവിയിൽ രാഹുൽ ഗാന്ധി ഇരുന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരുന്നു. സുദീർഘമായ കാലത്തിന് ശേഷമാണ്, കോൺഗ്രസിന് 10 വർഷത്തിന് ശേഷമാണ് പ്രതിപക്ഷ പദവി കോൺഗ്രസിന് ലഭിക്കുന്നത്, നേതൃപദവി ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം
രാജ്യം പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിയത്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന ഒരു പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധി. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, കർഷക മോർച്ച ഭാരവാഹികളായ ഹരിഘോഷ്, വിപിൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയിൽ മങ്കരയിൽ വീട് തകർന്നു. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മങ്കര 4-ാം വാർഡ് മാനംകുളത്ത് താമസിക്കുന്ന വയോധികയായ തത്തയുടെ വീടാണ് ശനിയാഴ്ച പുലർച്ചെ ചുമരിടിഞ്ഞ് തകർന്നത്. തത്ത തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവസ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് സന്ദർശിച്ചു. പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിന് വേണ്ടി കുറേ ആയി കാത്തിരിക്കുന്നു. മേപ്പരിക്ക് കൊടുത്തു കഴിഞ്ഞാലും ഇത് വീട് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വീട് ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ലൈഫ് മിഷനിൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അത് പരിശോധിച്ചിട്ട് വേണ്ട നടപടികൾ ചെയ്യും. എന്തായാലും വില്ലേജ് ഓഫീസറെ കൊടുത്ത് ഇന്ന് തന്നെ അതിൻ്റെ വാല്യുവേഷൻ എടുത്ത് വേണ്ട നടപടികൾ പൂർത്തിയാക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഡിവിഷൻ സമ്മേളനം നടന്നു. യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉടമവിഹിതം പിരിച്ചെടുക്കുന്നതിലെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നമ്മുടെ ആളുകളെ കണ്ടതേയില്ല. അത് നമ്മുടെ രാഷ്ട്രീയത്തെ തകർക്കാനാണ്, പൊതുവായി വർഗബോധത്തെ തകർക്കാനാണ്. ആ വർഗബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈ കാലഘട്ടത്തിലുള്ള ഈ രാഷ്ട്രീയപരമായും തൊഴിൽപരമായ പ്രതിസന്ധി മുറിച്ചു കിടക്കാൻ സഖാക്കളെ നമുക്ക് കഴിയാതെ പോകും. സമ്മേളനത്തിൽ ജോൺസൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. PA രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ്, K ഭാസ്കരൻ, APM റഷീദ്, C ഉണ്ണികൃഷ്ണൻ, ബിനോജ്, VT സുരേഷ് ബാബു, P പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. TK അബ്ദുൽ ലത്തീഫ് നന്ദി പറഞ്ഞു. ഭാരവാഹികളായി ജോൺസൺ ജേക്കബ് പ്രസിഡന്റ്, PA രാമൻകുട്ടി സെക്രട്ടറി, PG ബിനോജ് ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉടമവിഹിതം പിരിച്ചെടുക്കുന്നതിൽ കാണിക്കുന്ന അനാസ്ഥ ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമൊരുക്കുമെന്നും അടിയന്തരമായി ഉടമവിഹിതം പിരിച്ചെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് 150-ലധികം തൊഴിലാളികളുടെ ഉപജീവനമാർഗമായ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് സൗകര്യം അനുവദിച്ചു തരുന്നതിന് റെയിൽവേ ഡിവിഷൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മന്ത്രി MB രാജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം നടത്തിയത്. 58 പേർക്കായിരുന്നു വിതരണം. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മറ്റ് പഞ്ചായത്തുകൾക്കും ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കാവുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതൊരു വലിയ സഹായവും പിന്തുണയുമായിരിക്കും അവരുടെ രക്ഷിതാക്കൾക്കും. അതെ, അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് പലർക്കും ഇത്തരം ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. മുതിർന്നവർക്കും ഉണ്ടാവും. മുതിർന്നവർക്കും കൊടുക്കുന്നുണ്ട് എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. വളരെ നല്ല കാര്യം, മാതൃകയാക്കാവുന്ന കാര്യം. മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. PR കുഞ്ഞുണ്ണി, മറ്റ് മെമ്പർമാർ, സെക്രട്ടറി മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കർക്കിടകമാസ ഔഷധകഞ്ഞി വിതരണം ആരംഭിച്ചു. ഔഷധകഞ്ഞി വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വരികയാണ്. ആ വരുമ്പത്തിന് തിരക്കുണ്ടാവും. അപ്പോൾ മുതിർന്ന ആളുകളൊക്കെ പറ്റുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോയാൽ അവിടെ ഡോക്ടറുണ്ട്. ആവശ്യമായ നിങ്ങൾക്ക് രാവിലെ കിട്ടുന്ന എന്ത് സംവിധാനമാണോ ആ സംവിധാനം കിട്ടാനാവശ്യമായ ക്രമീകരണം നമ്മൾ അവിടെ വരുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഹോമിയോ ആണ്. ഹോമിയോന് ആവശ്യമായ മരുന്ന് പഞ്ചായത്ത് വാങ്ങിക്കൊടുക്കുകയാണ്. അവിടെ ഡോക്ടറുണ്ട്. അതും ഒരു ചികിത്സാ രീതിയാണ്. അതും നമ്മുടെ പഞ്ചായത്തിൽ സൗജന്യമായി ഡോക്ടറുടെ സേവനവും മരുന്നും കിട്ടാനാവശ്യമായ സംവിധാനം ഉണ്ടാക്കി. ചടങ്ങിൽ പഞ്ചായത്ത്
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ഡി ശങ്കരനാരായണൻ, ഇ പി രഞ്ജിത്ത്, വി പി പ്രകാശൻ, പി ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സമീർ ബാബു സ്വാഗതവും ധന്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് സമ്മേളനം നടന്നു. റൂറൽ ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ പങ്കെടുക്കാൻ താല്പര്യപൂർവ്വം ഇവിടെ എത്തിയ കേരളശ്ശേരിയിലെ പെൻഷൻ സുഹൃത്തുക്കളെ ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കഥാസ് മാഷ് നമ്മുടെ സംഘടന തടുക്കുശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് വി ശിവദാസൻ അധ്യക്ഷനായി. റൂറൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ കൗശല്യ, ടി ജി ശ്രീവത്സൻ, സംസ്ഥാന കൗൺസിലർ പി രാജഗോപാൽ, സി കൃഷ്ണദാസ്, എ സരസ്വതി, എം ശിവശങ്കരൻ, കെ കൃഷ്ണദാസ്, കെ രാമൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. അൻപോട് തൃത്താല കേരളത്തിനാകെ മാതൃകയായ സമഗ്ര ആരോഗ്യ പദ്ധതിയെന്ന് മന്ത്രി എം പി രാജേഷ്. ജനകീയമായ പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയത്തിന് സുമനസ്സുകളുടെ സഹായം അനിവാര്യമെന്നും മന്ത്രി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൃത്താലയിൽ ആലോചനാ യോഗം. ജനഹിതമറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരം കേരളത്തിൽ ജാതിമത വിദ്വേഷം സൃഷ്ടിക്കാനാണ് CPM-ന്റെ ശ്രമമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ക്രിസ്തീയ സഭകളെയും SNDP-യെയും അധിക്ഷേപിക്കുന്നത് CPM അവസാനിപ്പിക്കണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായത് ചെറുതല്ലാത്ത തിരിച്ചടി. പാർലമെന്റിൽ പ്രതിപക്ഷം ശ്രമിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ. കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും MT രമേശ്. പാലക്കാട്ട് കർഷക മോർച്ച സംസ്ഥാന നേതൃത്വ ക്യാമ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്പത്ത് സർക്കാർ കവരുന്നത് ഗ്രാമീണ മേഖലയിൽ വികസന മുരടിപ്പിനിടയാക്കിയെന്ന് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA. ഗുണ്ടകളും പോലീസും കൈകോർക്കുന്ന കേരളത്തിൽ വികസനവും സമാധാനവും ഉണ്ടാകില്ലെന്നും എൻ ഷംസുദ്ദീൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ ധർണ. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് അഖില കൈരളി തുള്ളൽ കലാകാര സംഘടന. തൊൽക്കാഴ്ചകളും തുള്ളൽ പദങ്ങളുമായി സ്മാരകത്തിലേക്ക് കലാകാരന്മാരുടെ പ്രതിഷേധ മാർച്ച്. കുഞ്ചൻ സ്മാരകത്തിൽ നിർത്തിവെച്ച തുള്ളൽ ക്ലാസുകൾ പുനരാരംഭിക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 വർഷം മുമ്പ് അനുവദിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണം അനിശ്ചിതമായി നീളുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയതായി സ്കൂൾ PTA. നടപടി PTA സമർപ്പിച്ച ഹർജി പരിഗണിച്ച്. അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന വിദ്യാലയത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഉടൻ നടപടിയുണ്ടാകണമെന്നും PTA ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.